ഈ വരകൾ നാളെയുടെ പ്രതീക്ഷയാണ്, അതിജീവനമാണ്. അനുകമ്പയല്ല വേണ്ടത്, വളരാനുള്ള ഇടമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കുട്ടികൾ. ഇത്തവണ പരിഷ്കരിച്ച് പുറത്തിറക്കുന്ന പുതിയ പാഠപുസ്തകങ്ങൾക്കായി ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളും ചേർന്നാണ്. പൂജപ്പുര SSCRT ക്യാമ്പസിലെ ക്യാമ്പിൽ അതിനുള്ള തിരക്കിലാണിവർ. ഈ ചായക്കുട്ടികൾ അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും വലുതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഈ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒട്ടേറെ സവിശേഷമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൽ ആദ്യത്തേതാണ് പാഠ്യപദ്ധതി പരിഷ്കരണ ചർച്ചയിൽ നമ്മുടെ കുട്ടികളെ പങ്കാളികളാക്കുക എന്നുള്ളത്. തുടർന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിലുള്ള പുസ്തക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ വലിയ രീതിയിലുള്ള സംഭാവനകളുണ്ടായി. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലുള്ള പുസ്തകങ്ങൾ രചിക്കുമ്പോൾ അതിലും ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മിടുക്കരും ആയിട്ടുള്ള ഒട്ടേറെ കുട്ടികളെയാണ് SCRTയിലേക്ക് നമ്മൾ ക്ഷണിച്ചത്. ഇപ്പോൾ രണ്ടാം ഘട്ടം പുസ്തക പരിഷ്കരണം നടക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയും അവരുടെ രചനകൾ കൂടി നമ്മുടെ ചിത്രങ്ങൾ കൂടി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. മുൻനിരയിലേക്ക് ഈ കുരുന്നുകളെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2016 ആവിഷ്കരിക്കപ്പെട്ട ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമത്തിലെ അനുശാസനങ്ങൾ ഒന്നൊന്നായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട 3% സംവരണം എന്നുള്ളത് 4% ഉയർത്തി. 1400 പരം തസ്തികകൾ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായി പ്രഖ്യാപിച്ച് നോട്ടിഫൈ ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ 5% സംവരണം കൊണ്ടുവരാനും സാധിച്ചു. ഭിന്നശേഷിത്വം വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ പ്രാരംഭ ഇടപെടലിന് സഹായമായ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തിവരികയാണ്. ഇതുവഴി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അവകാശാധിഷ്ഠിത സമീപനത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭിന്നശേഷി മേഖല കൈകാര്യം ചെയ്യപ്പെട്ടു പോരുന്നത്. ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പരിരക്ഷ അവരുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെ സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള വികസന പ്രക്രിയ ഉറപ്പാക്കുന്നതിന് ഭിന്നശേഷി വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണത്തിന്റെ പ്രമേയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. സമീപകാലത്ത് ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി വരുന്നുണ്ട്. പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. തടസ്സരഹിത കേരളം അഥവാ ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി, അത് വെറും പദ്ധതിയായിട്ടല്ല, ആശയം കൂടിയായി നടപ്പാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും, പൊതു ഓഫീസുകളും, കലാലയങ്ങളും, വിദ്യാലയങ്ങളും, തിയേറ്ററുകളും, പാർക്കുകളും എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ പരമാവധി നാം ശ്രമിക്കുകയാണ്. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് വളരെ സമയം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ നിലയിലേക്ക് സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തടസ്സരഹിതമായ ജീവിതം, സ്വച്ഛന്തമായ ആത്മവിശ്വാസത്തോടു കൂടിയ ജീവിതം നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഉറപ്പുകൊടുക്കാൻ നമുക്ക് ആകേണ്ടതുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഭിന്നശേഷി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പുരസ്കാര സമർപ്പണവും വിവിധ പരിപാടികളും അരങ്ങേറാറുണ്ട്. ഇത്തവണ തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 20 വിഭാഗങ്ങളിലായി 32 പേർക്കായി സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളുടെ സമർപ്പണവും നടന്നു. മാറ്റി നിർത്തലുകളല്ല, ചേർത്തു പിടിക്കലാണ് ഇവർക്ക് ആവശ്യം. ഇവരുടെ സംഭാവനകളും അംഗീകരിക്കപ്പെടണം. അതിലുപരി ആ കഴിവുകളെ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക കൂടി വേണം.